നമസ്കാരം. ലോകത്തിലെ ഏറ്റവും നൊട്ടോറിയസുകളായിരുന്ന കൊള്ളക്കാരായിരുന്നു ജോൺ ഡിലിംഗറും ഡോറിസ് പെയിനും. ലോക പോലീസിനെ വരെ വിറപ്പിച്ച കൊള്ളക്കാരായിരുന്നു ഇവർ. എന്നാൽ ഇപ്പോൾ ഇവരെ പോലും നാണിപ്പിക്കുന്ന ഒരു തസ്കരണ കുടുംബവും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. ജോൺ ഡിലിംഗറും ഡോറിസ് പെയിനും ഒരിക്കലും പാവങ്ങളുടെ സ്വത്തുക്കളോ പണമോ മോഷ്ടിക്കുമായിരുന്നില്ല. അക്കാര്യത്തിൽ അവർ മര്യാദക്കാരായിരുന്നു, അല്ലെങ്കിൽ മനസാക്ഷിയുള്ളവരായിരുന്നു. എന്നാൽ ഇവിടുത്തെ തസ്കര കുടുംബം അങ്ങനെയല്ല. പാവങ്ങളുടെ അരിക്കലത്തിൽ വരെ കൈയിട്ട് മോഷ്ടിക്കും. എന്നിട്ട് ഉളുപ്പില്ലാതെ പറയും ഈ കൈകൾ ശുദ്ധമാണെന്ന്. മനസാക്ഷിയില്ലാത്ത വർഗം തെല്ലും കുറ്റബോധമില്ലാതെ പട്ടിണി കിടക്കുന്നവന്റെ മുഖത്ത് നോക്കി വീണ്ടും പല്ലിളിക്കും. വീണ്ടും അവന്റെ അരിക്കലത്തിൽ കൈയിടും. വീണ്ടും പല്ലിളിക്കും. ഏതാനും വർഷങ്ങളായി ഇത് കേരളത്തിൽ തുടർക്കഥയാണ്. എന്നിട്ട് പിന്നെയും പറയും ഈ കൈകൾ ശുദ്ധമാണെന്ന്. അടിമക്കമ്മികൾ അത് കേട്ട് കൈയടിക്കും. ഇങ്ങനെ പാവപ്പെട്ട ജനത്തെ പിഴിഞ്ഞ് പള്ള വീർപ്പിക്കുന്ന തസ്കര കുടുംബത്തിനും ഓശാന പാടുന്ന പാർട്ടിക്കുമെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ജി ശക്തിധരൻ എന്ന മുൻ ദേശാഭിമാനി എഡിറ്റർ. പല വിഷയങ്ങളിലും പിണറായി കുടുംബത്തിനെതിരെ ജി ശക്തിധരൻ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കാറുണ്ട്. ഇത്തവണ പിണറായി വിജയന്റെ പുഴുത്തുനാറിയ കൈകൾ എങ്ങനെ ശുദ്ധമാകുമെന്ന ചോദ്യമുയർത്തിക്കൊണ്ടാണ് ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം എന്ന തലക്കെട്ടിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതം പ്രഥമമായി ഒരു വാർത്ത മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇന്ത്യ 75 വർഷം കാത്തിരിക്കേണ്ടി വന്നു. പല വൈതരണികളും നേരിട്ടെങ്കിലും തട്ടിയും മുട്ടിയും തടിക്ക് കേടില്ലാതെ രക്ഷപ്പെട്ടു പോവുകയായിരുന്നു ഇതേവരെ. പാർലമെന്റിൽ സോമനാഥ് ചാറ്റർജിയും ഇന്ദ്രജിത് ഗുപ്തയും വാസുദേവാചാര്യയും മറ്റും അധികായന്മാരായ കമ്മ്യൂണിസ്റ്റ് ഇതര നേതാക്കളുടെ മുഖത്ത് ഏറുകണ്ണിട്ട് പുച്ഛിച്ച് ചിരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ഓർമ്മകൾ ഇപ്പോഴും കടന്നു പോകുന്നത് ഈ മഹാപ്രസ്ഥാനം കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന മുന്നറിയിപ്പോടെയാണ്. പോളിറ്റ് ബ്യൂറോയിലെ അംഗങ്ങൾ ചില സമ്മർദ്ദങ്ങൾക്ക് വശംവദരാകാതിരുന്നെങ്കിൽ ആ യശസ്സിൽ ഇപ്പോഴും ഒരു കോട്ടവും സംഭവിക്കില്ലായിരുന്നു. വൈദ്യുതി മേഖലയിൽ ഇന്ത്യ കണ്ട അതിപ്രഗത്ഭനായ ട്രേഡ് യൂണിയൻ ഇ ബാലാനന്ദനും ഇന്ത്യയിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ജനനായകൻ വി എസ് അച്യുതാനന്ദനും മറ്റും സധൈര്യം സത്യം കണ്ടെത്തി പാർട്ടിയോട് തുറന്നു പറഞ്ഞ കാനഡ ഇടപാടിലെ വീഴ്ചകൾ ഗൗരവത്തിലെടുക്കാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ, പാർട്ടി എന്നാൽ പണം കൊയ്യാനുള്ള സ്വർണം കായ്ക്കുന്ന മരമല്ല എന്ന ദൃഢനിശ്ചയത്തിൽ കാലിടറാതെ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെയൊരവസ്ഥ പാർട്ടിക്ക് വരില്ലായിരുന്നു. അർബുദം ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക തന്നെ ചെയ്യുമായിരുന്നു. വഞ്ചകനായ പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയുടെ അന്ത്യകൂദാശ ചെയ്തതിൽ പശ്ചാത്തപിക്കുന്നുണ്ടോ? പാവങ്ങളുടെ എന്തൊക്കെ സ്വപ്നങ്ങളാണ് ഈ ഒറ്റ മനുഷ്യൻ കാരണം പൊലിഞ്ഞു പോയത്? ആർക്കു വേണ്ടിയാണ് തൊഴിലാളി വർഗത്തെ ഒറ്റുകൊടുത്തത്? എന്ത് കിട്ടി പ്രകാശ് കാരാട്ടിന്? പൊഴുത്തുനാറിയ കൈകൾ ഉയർത്തി മുഖ്യമന്ത്രി പറയുന്നത് കേട്ടില്ലേ, തന്റെ കൈകൾ ശുദ്ധമെന്ന്. ശുദ്ധമെന്ന പദത്തിന് മലയാള നിഘണ്ടുവിൽ എന്നു മുതലാണ് ഈ അർത്ഥം വന്നത്? മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണെന്ന്. ഈ മനുഷ്യൻ ഇത്ര തറയാണോ? നാവെടുത്താൽ കള്ളമേ പറയുകയുള്ളോ? മക്കളെയും അതേ അച്ചിൽ തന്നെ വാർത്തു വെച്ചിരിക്കുകയാണോ? CPM-ന്റെ ഏത് ഘടകമാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയുടെ മകൾക്ക് ബിസിനസ്സിലേക്ക് പ്രവേശിക്കാൻ അനുമതി കൊടുത്തത്? എന്നാണ് ആ അനുമതി ലഭിച്ചത്? CPM എന്നാൽ ഏകശിലാരൂപത്തിലുള്ള ഒരു പാർട്ടിയല്ലേ? ആ പാർട്ടിയുടെ 3/4 നൂറ്റാണ്ട് നീണ്ട ചരിത്രത്തിലേക്ക് കാലത്തിന്റെ നിഴൽ കണ്ണാടി കാണിച്ചാൽ ഇതിഹാസ തുല്യമായ ഒരു ചരിത്രമാണ് ചുരുൾ നിവരുന്നത്. തെറ്റുകൾ ഏറെയുണ്ടെങ്കിലും ഇന്ത്യ 1947-ൽ സ്വതന്ത്രയായി എന്ന് പറഞ്ഞത് ശരിയല്ലെന്ന് തെറ്റായി പഠിപ്പിച്ച പാർട്ടി അത് യഥാർത്ഥ സ്വാതന്ത്ര്യമല്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി അബദ്ധങ്ങൾ ഈ പാർട്ടിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ചങ്കിൽ കളങ്കമുണ്ടായിരുന്നില്ല. ഗാന്ധിജി പോലും അതിന്റെ സംശുദ്ധിയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇന്നലെ അഭിമാനത്തോടെ പറയാൻ നാവ് പൊന്തിച്ചത് ഈ പാർട്ടിയിൽ അവശേഷിച്ച വിശ്വാസ്യതയുടെ കനൽ കഷ്ണങ്ങൾ പെറുക്കിക്കൂട്ടിയാണ്. ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് മകൾ വീണ തായ്ക്കണ്ടിയിൽ ബംഗളൂരുവിൽ എക്സാലോജിക് എന്ന സ്ഥാപനം കോടികൾ മുടക്കി തുടങ്ങിയതെന്നാണ് വീമ്പടിച്ചത്. ഇത്രയും കാലം ഈ മഹാന്റെ വായിൽ പഴമായിരുന്നോ? ഏതെങ്കിലും ഒരു കാലത്ത് അത്തരം പരാധീനതകൾ അദ്ദേഹം ഓർത്തിട്ടുണ്ടോ? രാജാവിന്റെ കുടുംബമല്ലേ? എന്തൊരു പെരുന്നുണ! സേവകൻ ജോൺ ബ്രിട്ടാസിന്റെ തലച്ചോറിനേക്കാൾ ഒരു സെല്ല് പോലും വീണ തായ്ക്കണ്ടിലിന്റെ തലച്ചോറിൽ വളർന്നിട്ടില്ല എന്നാണ് ഇതിനർത്ഥം. പിണറായി വിജയന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതല്ലേ ഇത്? പിണറായിയെ വെട്ടിൽ ചാടിച്ച ലാവലിൻ ഇടപാട് തുടങ്ങി ഇതുവരെയുള്ള എല്ലാ വിവാദ ഇടപാടുകളുടെയും സൂത്രധാരനായ യഥാർത്ഥ റാസ്പുടിൻ EP ജയരാജൻ സംസ്ഥാന സെക്രട്ടറി ആയാൽ അതോടെ മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുമെന്ന് ബുദ്ധി ഉപദേശിച്ചു. MP ഗോവിന്ദൻ പോലും സ്വപ്നം കാണാത്ത പദവിയിലേക്ക് അദ്ദേഹത്തെ തിരികെ കയറ്റിയ ബുദ്ധി രാക്ഷസൻ. അയാളുടെ കോടികളുടെ ആസ്തി ഞൊടിയിടയിലാണ് സഹസ്ര കോടികളിലേക്ക് കുതിക്കുന്നത്. സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും തമ്മിലുള്ള പാലത്തിന്റെ തിരുക്കുറ്റി, അതാണ് ചാണക്യൻ. എന്തായാലും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ മകൾക്ക് വ്യവസായം തുടങ്ങാൻ ആ അംഗം ഉൾപ്പെട്ട ഘടകത്തിന്റെ അനുമതി വേണ്ടെന്ന്
എന്നെ മുട്ടാപ്പോക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ വരരുതേ ബ്രട്ടാസെ. മാർക്സും എംഗൽസും ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എഴുതപ്പെട്ട ആ രേഖകൾ പിണറായി വിജയന്മാർ ഭാവിയിൽ തലപൊക്കിയേക്കുമെന്ന് കണ്ടു തന്നെ എഴുതപ്പെട്ടതാവുമോ? അത് കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചാണ് താത്വികാചാര്യനായ കെ ദാമോദരൻ മൂലധനം കൈകാര്യം ചെയ്യുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പാലിക്കേണ്ട തത്വങ്ങളും വിദേശയാത്രകളിൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള കൈപ്പുസ്തകത്തിനും രൂപം കൊടുത്തത്. താത്വിക ആചാര്യന്മാർ മാത്രമല്ല, സാധാരണ നേതാക്കൾ പോലും തങ്ങളുടെ വിദേശയാത്രകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ വികാരവായ്പോടെ പുസ്തകങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് വായിച്ചെടുക്കുമ്പോൾ ആരാണ് കോരിത്തിരിച്ചു പോകാത്തത്? ഇ.കെ. നയനാർ വിദേശയാത്രകളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിക്കുമ്പോൾ കേരളത്തിന്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ഒരു നേതാവ് ആദ്യത്തെ വിദേശയാത്ര പോകാൻ ദില്ലിയിലെ പാർട്ടി ഓഫീസിലെ ജീവനക്കാരനോട് എനിക്ക് കുറച്ച് പണം കടം തന്നാൽ മടങ്ങി വന്ന ശേഷം തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ ഒരു വെള്ളക്കടലാസ് മുന്നിലേക്ക് നീക്കി വെച്ചു കൊടുക്കുന്ന രംഗമുണ്ട്. പോളിറ്റ് ബ്യൂറോ അംഗമായ നയനാരോട് യു.പി.കാരനായ ആ ജീവനക്കാരൻ പറയുന്നത് ഇപ്രകാരമാണ്: സഖാവിന്റെ സ്വന്തം കൈപ്പടയിൽ ഒരു അപേക്ഷ എഴുതി പാർട്ടിക്ക് തരണം. അത് ഒപ്പിട്ട് കിട്ടിയാൽ സഖാവിന് ആവശ്യമുള്ള തുക ഡോളർ മാറ്റാനായി തരാം. അതുപോലെ ചെയ്ത് നയനാർ പണം വാങ്ങി. അതാണ് എന്റെ പാർട്ടി. ആ പാർട്ടിയാണ് ഞങ്ങൾ സ്നേഹിച്ചത്, അതല്ലാതെ ചെങ്കൊടിയെ അപമാനിക്കുന്ന ഒരു നക്കിയുടെ പാർട്ടിയെ അല്ല. ഇന്ന് നയനാരുടെ വിദേശയാത്രയുടെ പുസ്തകം കയ്യിലെടുത്താൽ അടുത്തെങ്ങാനും ഒരു തീപ്പെട്ടിക്കോലുണ്ടോ എന്ന് തിരയേണ്ടി വരും. അതിനി ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വായിക്കാൻ പാടില്ല. വായിച്ചാൽ ഭ്രാന്ത് പിടിക്കും. ഇങ്ങനെയാണ് ജി ശക്തിധരന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്.